ഹലോ, അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലോങ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണും. ഞാനിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഡേ ഇൻ മൈ കോളേജാണ്. അപ്പോൾ കോളേജിൽ സാധാരണ ഒരു എക്സ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം, സാധാരണ ഒരു ദിവസത്തെ പോലെ ഈ ഒരു ഡേ കാണരുത്. എപ്പോഴും BSc നഴ്സിംഗ് കോളേജ് ഇങ്ങനെയാണെന്ന് കരുതേ ചെയ്യരുത്. ഭയങ്കര പാടാണ് BSc നഴ്സിംഗ് കോളേജിലെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത്. ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. എഴുത്തും പഠിത്തവും ക്ലിനിക്സും ഒക്കെ ആയിട്ട് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ മരുഭൂമിയിൽ പെയ്യുന്ന മഴ പോലെ കിട്ടുന്ന ഒരു പ്രത്യേക തരം ദിവസങ്ങളാണ് ഇന്നത്തെ ദിവസമാണത്. അതുകൊണ്ടാണ് ഇത്രയും ഫ്രീ ആയിട്ട് മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫ്രീ ആയിട്ടുള്ള ഡേ ആയതുകൊണ്ട്. അല്ലാതെ നമുക്ക് ഈ ഫോണൊന്നും അലോഡാണ്. ഫസ്റ്റ് ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടി ഉണ്ടാകുന്നത് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ആണ്. ഒരുപാട് സീൻസ് ഇങ്ങനെ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയ കുറച്ച് സീൻസാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ സ്നേഹം വിന്ദ്രയും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടാണ് തൻ്റെ ഫ്രണ്ടെന്ന് അറിയാതെ പെട്ടെന്നുണ്ടായ ഒരു ഷോക്കാണ് വിന്ദ്ര. ആ സമയം അവിടെ നിന്ന് കരഞ്ഞ് ഭയങ്കര ഇമോഷണൽ ഒരു സീനാണ്. നമുക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സീനായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ അടുത്തതെന്ന് പറയുന്നത് ഈ കൊടുക്കാൻ പോകുന്നത് ഐലിനാണ്. ഗിഫ്റ്റ് കിട്ടിയത് അഖിലേപ്പിക്കയാണ്. അപ്പോൾ ഇതിലെന്താ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, കഴിഞ്ഞ 3 വർഷമായിട്ട് ഐലിന് അഖിലേപ്പിയെ തന്നെയാണ് ഫ്രണ്ടായിട്ട് ഇട്ടത്. കഴിഞ്ഞ 3 വർഷം നമ്മൾ ഈ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് നടത്തിയിട്ടായിരുന്നു. 3 പ്രാവശ്യവും ഐലിന് അഖിലേപ്പിയെ തന്നെയാണ് കിട്ടിയത്. ഇത് ഇപ്പോൾ അടുത്ത ഒരു സീൻ എന്ന് പറയുന്നത് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് അന്നയാണ്. അപ്പം അന്നയ്ക്ക് കിട്ടിയതെന്ന് പറയുന്നത് തൻസിയാണ്. തൻസിയും കൂടെ അന്നയും ഒരുമിച്ച് പോയാണ് ഗിഫ്റ്റൊക്കെ സെലക്ട് ചെയ്തേക്കുക. പക്ഷെ തൻസിയാണ് ഫ്രണ്ടെന്ന് അന്ന പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തൻസിക്ക് ഇതാ ഭയങ്കര ഷോക്ക്ഡാണ്. ഇവൾ എൻ്റെ കൂടെ പോയി സെലക്ട് ചെയ്ത ഗിഫ്റ്റ് എനിക്കുള്ളതായിരുന്നോ എന്നറിയാത്തൊരു ഷോക്കിലാണ് ഇത്. അതുപോലെ തന്നെ കുറേ ഇൻസിഡൻറ്റ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ചിന് വേണ്ടി മാത്രം സ്വന്തം ഈ ഫ്രണ്ട്സ് ആരെന്ന് അറിഞ്ഞുകൂടാത്ത ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പലർക്കും ഈ പുതിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വരെ തുടങ്ങി മെസ്സേജ് അയച്ചവരുണ്ട്. ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അനഘയും ഷഹാനയുമാണ്. എനിക്ക് എപ്പോഴും ഷഹാനയും തിരിഞ്ഞു പോട്ടെ. ഷഹാനയും ട്വിൻസാണ്. അപ്പോൾ അതെനിക്ക് തിരിഞ്ഞു പോകണം. അപ്പോൾ ഇത് ഷഹാനയാണ്. അപ്പോൾ അനഘയ്ക്കും ഷഹാനയ്ക്കും തമ്മിലാണ് ഫ്രണ്ടായിട്ട് കിട്ടിയത്. അപ്പോൾ എന്നെ കിട്ടിയത് ബിൻസിക്കാണ്. ബിൻസി എനിക്ക് തന്ന ഗിഫ്റ്റാണ് ഞാൻ ഈ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് കത്തിയില്ല, ഇത് എന്തുവാ ഈ ഗിഫ്റ്റ് എന്ന്. അപ്പോൾ ഞാൻ അതിനെ ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. സംഭവം ഗിഫ്റ്റ് എന്താ അത്. അപ്പോൾ ഇതൊരു വോളിലൊക്കെ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്യുന്നൊരു ഇത് ആണ്. ഒരു പിക്ചർ, നല്ലൊരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു പിക്ചറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൂടെ ഒരു ഡയറി മിൽക്കും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ ഗിഫ്റ്റ്സൊക്കെ ഓപ്പൺ ചെയ്യുന്ന ഒരു തിരക്കിലായിരുന്നു. എല്ലാവരും ഗിഫ്റ്റ്സൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുക. കുറേ പേർക്ക് ബാഗ്, ചെരുപ്പ്, വാച്ച്, പിന്നെ ഈ ഐഡൽസ്, ഗ്ലാസ് കിട്ടിയവരുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ബാഗ്സ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു എല്ലാവർക്കും. ബാഗ്സ് കിട്ടിയത്, ഷൂസൊക്കെ കിട്ടി ഇട്ട് കൊടുക്കുകയാണ് എല്ലാവരും ഇങ്ങനെ തമ്മിൽ അവർക്ക് ഡ്രസ്സ് കിട്ടി. അപ്പം ഞാനിങ്ങനെ വീഡിയോ ഇടും എന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് എല്ലാവരും ഓടിക്കൊണ്ട് വരും അവരുടെ ഗിഫ്റ്റ്സൊക്കെ കാണിക്കുന്നത്. ഷാമ്പു വരെ കിട്ടിയിട്ടുണ്ട്, എന്നിട്ട് ഫ്രെഡ് കൊടുത്ത ഷാമ്പു. അപ്പോൾ എല്ലാവരും അവരുടെ ഗിഫ്റ്റ്സിന് വേണ്ടി ഭയങ്കര ബിസിയാണ്. ഗ്ലാസ്, ജാർസ്, ബോട്ടിൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തമ്മിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരാളെ ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇതാണ് ഖദീജ. എൻ്റെ വീഡിയോ ഇടാനും എടുക്കാനും ഒക്കെ ഭയങ്കര കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ് തന്ന ഒരാളാണ് ഖദീജ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഞാൻ ഫോണും കൊണ്ട് വന്നപ്പോൾ തന്നെ അവരുടെ ഗിഫ്റ്റ്സൊക്കെ എടുത്ത് ഇങ്ങനെ കാണിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് കഴിഞ്ഞിരിക്കുന്നു. ഭയങ്കര ഹാപ്പി ഒരു മൊമെൻ്റ് ആയിരുന്നു. നമ്മുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് അങ്ങനെ കഴിഞ്ഞു. അടുത്ത് നമുക്ക് കരോളിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. നെക്സ്റ്റ് നമ്മൾ കരോള് പാടാനായിട്ട് പോകണം. അതിന് മുമ്പ് കേക്ക് കട്ടിങ് ഉണ്ട്. അതിന് മുമ്പ് നമുക്കൊന്ന് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അതാണ്
കരോളിനായിട്ട് ഇറങ്ങി പോവാണ്. എല്ലാവരും ഹാറ്റൊക്കെ വെച്ചു, എല്ലാം റെഡിയാക്കി നമ്മൾ കോളേജ് മുഴുവൻ നടന്ന് കരോള് പാടി പാട്ട് പാടി എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യും പോലെയാണ്. അപ്പോൾ നമ്മളെ പാപ്പാജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് പാപ്പാനെയും കൊണ്ട് നമ്മളങ്ങനെ കരോളിന് പോവുകയാണ്. ഇതാ നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ ക്യാബിനാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി, അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈസ് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി. നല്ല പഠിത്തത്തിനോടൊപ്പം തന്നെ ഈ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര കോൺസ്റ്റൻ്റായിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു കോളേജാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് രണ്ടുപേരും, പ്രിൻസിപ്പളായാലും വൈസ് പ്രിൻസിപ്പളായാലും ഭയങ്കര സപ്പോർട്ടാണ് ഈ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാഫ് റൂംസിലൊക്കെ പോയി ടീച്ചേഴ്സിനെയൊക്കെ പോയി വിളിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് റൂംസിൽ പോയി ജൂനിയേഴ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തു, കരോള് പാടി വിളിച്ചു. നെക്സ്റ്റ് ഡേ ഉള്ള കുറച്ച് പ്രിപ്പറേഷൻസും കൂടെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ കോളേജിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം മേളിയിൽ നമ്മളിങ്ങനെ ഡെക്കറേഷൻസിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ റിബൺസും കുറേ ഡെക്കറേഷൻസൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ താഴോട്ട് പോയിട്ട് നമ്മുടെ സ്റ്റേജിൻ്റെയും പിന്നെ റൂംസൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓ ശരി. അപ്പം നമ്മളെ സ്റ്റേജ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്റ്റേജിന് വേണ്ടിയിട്ട് നാളെ സെലിബ്രേഷന് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വച്ചു. ഇതാണ് നമ്മുടെ സ്റ്റേജ് അവർ ചെയ്തതാണ് ഡെക്കറേഷന് വേണ്ടിയിട്ട്. സ്റ്റേജിൽ ഡാൻസിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. കുട്ടികൾ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റേജ് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് സ്റ്റേജ് മുകളിൽ കണ്ടോ, നല്ല കെട്ടി നല്ല രസമല്ലേ ആ സ്റ്റേജിൽ. ഇങ്ങനെയാണ് നമ്മുടെ കോളേജിൻ്റെ ഒരു ക്വാഡ്രാങ്കിളാണിത്. ഇതിനങ്ങ് സ്റ്റേജാക്കി മാറ്റിയതാണ്. പിന്നെ ഇതാണ് നമ്മുടെ കോളേജ്. അതാ വെളിയിലോട്ട് ഇറങ്ങാം. ഇങ്ങോട്ട് ആണ് സ്റ്റെപ്പ് കയറി പോവാനുള്ളതാ. ഇവിടെ ഇപ്പോൾ GNMൻ്റെ ക്ലാസ്സാണ്. ഇതൊക്കെ ലെക്ചർ ഹാളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത ഡെക്കറേഷൻസൊക്കെ. ഈ ഡെക്കറേഷൻസിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ടൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെയാണ് ഡേ ഇൻ മൈ കോളേജ്. അപ്പോൾ ഞാൻ എടുത്തു പറയുകയാണ്, ദിവസവും കോളേജ് ഇങ്ങനെയല്ല. ഒരു നല്ലൊരു സൈലൻ്റ് അറ്റ്മോസ്ഫിയറും ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളുമാണ് BSc നഴ്സിംഗ് കോളേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് കണ്ടിട്ട് ഇങ്ങനെയാണ് ഡെയിലി എന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ, ഫ്രീ ആയിട്ടുള്ളൊരു ഡേ ആയതുകൊണ്ട് മാത്രം. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള കോളേജ് വിശേഷങ്ങളും എൻ്റെ BSc നഴ്സിംഗ് ലൈഫും പഠിത്തവും ഒക്കെയാണ് ഞാൻ ഈ ചാനലിൽ ഇടാനായിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്നെയും എൻ്റെ ചാനലിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഒരു ഡേ ഇൻ മൈ കോളേജ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളോ ഡൗട്ട്സോ കൺഫ്യൂഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ കോളേജിലൊക്കെ പഠിക്കുന്നതൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലോ വരാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലോ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. അത്രയേ ഉള്ളൂ. ബൈ.